NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ. അതാണ് ഇതിൻ്റെ വിഷയം, ക്രക്സ് അവിടെയാണ്. PM3 അല്ല പ്രശ്നം. SSAക്ക്, അതായത് സമഗ്ര ശിക്ഷാ അഭിയാൻ അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്ക് പണം കിട്ടണമെങ്കിൽ PM3 ഒപ്പിടണം. PM3 ഒപ്പിടണമെങ്കിൽ NEP അംഗീകരിക്കണം. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. എന്നാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് തികച്ചും അക്കാഡമിക് ആയിട്ടുള്ളൊരു ചർച്ചയാണ്. ഇതിനകത്ത് ബയാസ്ഡ് ആയിട്ടാണ് ഈ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കേരളം പോലുള്ളൊരു സ്ഥലത്ത് BJP RSS പരിപാടി അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു സംവിധാനം ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉടനെ സംഖ്യ കൊണ്ടുവന്നു എന്ന് വിചാരിച്ച് അതിനെ കണ്ണടച്ച് എതിർക്കുന്നതും ശരിയല്ല. എന്നാൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ BJP ഗവൺമെൻറ്റും സംഘപരിവാർ ഗവൺമെൻറ്റും ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJP ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റാലിൻ്റെ പാർട്ടിയുണ്ട്, DMK ഉണ്ട്, പിന്നെ മമതാ ബാനർജിയുടെ തൃണമൂലുണ്ട്, പിന്നെ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു പരിപാടി കൊണ്ടുവരുമ്പോൾ അവരെങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ടത്? ഇത് രണ്ട് തലത്തിലും നമ്മൾ ചർച്ച ചെയ്യണം.